കൊച്ചിൻ ഷിപ്പ് യാർഡ് കുറേ പേരുടെ കയ്യിലിരുന്നിട്ട് തേഞ്ഞൊട്ടിച്ച ഒരു സാധനമാണ്. സംഭവം വലിയ പ്രശ്നമൊന്നുമില്ല, കമ്പനിക്ക് അടിപൊളിയാണ്. പക്ഷെ വലിയ മൂവ്മെൻറ്റ്സുകൾ ഉണ്ടാകുമ്പോൾ കമ്പനിക്ക് അതിൻ്റെ സെറ്റിൻ്റെ അവിടെ വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടെ നമ്മുടെ സെറ്റിൻ്റെ അടുത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. ഡിജിറ്റലിൻ്റെ സ്വഭാവമാണല്ലോ, പൈസ ഇടുക പൈസ എടുക്കുക. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫസ്റ്റ് സെക്കൻഡ് വേവ് എന്ന് പറയുന്നത് ഈ ഒരു ക്രൈറ്റീരിയയാണ്. അതായത് കറക്റ്റായിട്ട് അടയാളപ്പെടുത്തിയാൽ 1 2 3 മൂന്നാമത്തെ വേവ് കഴിഞ്ഞ് ഫോർത്ത് വേവ് കഴിഞ്ഞ് ഫിഫ്ത്ത് നന്നായിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഹൈ പവറാണ്. ഓക്കെ, ഇതൊരു ബേസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഹയർ ടൈം ഫ്രെയിമുകളിൽ ഇങ്ങനെ ബേസ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്താൽ ഇത് നമുക്ക് സൈസ് നോക്കി കഴിഞ്ഞാൽ ഓക്കെ ആണെന്ന് കാണാം. കണ്ടോ, ഫസ്റ്റ് വേവ് കഴിഞ്ഞ് തേർഡ് വേവ് അത്യാവശ്യം 200 to 260 വരെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇത് 78 പകരം 127 വരെ പോയിട്ടുണ്ട്. ഹൈ വോളട്ടിലിറ്റി വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവം തന്നെയാണ്. ശേഷം അത് കറക്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് കറക്ഷൻ ആയി എന്ന് ഉറപ്പിക്കണമെങ്കിൽ 38% മിനിമം വന്നിട്ട് ടോപ്പ് ക്രോസ് ചെയ്യണം. 38% എത്തിയിട്ടുണ്ട്. 50 വരെ വരാം, കുഴപ്പമില്ല. പക്ഷേ ഇതിൻ്റെ ടോപ്പ് കൂടെ നിൽക്കുന്നുണ്ട്, എന്നാലും കുഴപ്പമില്ല. ഈ റീടെസ്റ്റ് ഇവിടെ വരെയൊക്കെ വരാം. ഈ 157 വരെയൊക്കെ വന്നിട്ടുണ്ട്, കുഴപ്പമില്ല. പക്ഷേ ഇത് നല്ല പവറിൽ നിന്ന് കയറിയിട്ടുണ്ട്. അപ്പോൾ വരാൻ പോകുന്ന ഒരു മൂവ്മെൻറ്റിൻ്റെ ശക്തമായിട്ടുള്ള ബേസ്മെൻറ്റ് ഇവിടെ ഓൾറെഡി ആൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെപ്പോൾ ബ്രേക്ക് ചെയ്യണം അപ്പോഴാണ് നമുക്ക് കയറേണ്ട ആവശ്യമുള്ളൂ. വേണമെങ്കിൽ ഇങ്ങനെ ഒരു റീടെസ്റ്റിന് വെയിറ്റ് ചെയ്താൽ നമുക്ക് നഷ്ടമൊന്നുമില്ല. ശേഷം 161 വരെയാണ് നമ്മുടെ മെയിൻ ടാർഗറ്റ് വരുന്നത്. 200 വരെ മാക്സിമം പോവാം. എക്സ്റ്റൻഷനാണ്. പിന്നെ 261ലേക്കൊക്കെ കണ്ടിന്യൂഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഭയങ്കരമായിട്ട് അവിടെ ലോക്കായി പോകും. അവിടെ നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ താഴെ നിന്ന് വാങ്ങിയൊരു കുഴപ്പമില്ല മാത്രം. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഏകദേശം ഇവിടെ വരെ ഈസി ആയിട്ട് 200% ഒരു 195 ദിവസത്തിനുള്ളിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അത് പിന്നെ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്യും. ഇപ്പോൾ ഇവിടെയൊക്കെ എത്തിക്കഴിഞ്ഞെങ്കിൽ നമ്മൾ മാക്സിമം വിറ്റിട്ട് പിന്നെ ബാക്കിയുള്ളതിനെ സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് കയറ്റി കൊണ്ടുപോവുകയാണ് ചെയ്യുക. ഓരോ ലോവർ കട്ടിലും കയറ്റി കൊണ്ടുപോവുക ചെയ്യുക. കാരണം പിന്നെ അത് കറക്ഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും, പ്രത്യേകിച്ച് 200%. അപ്പോൾ ഈ 200% എന്ന് പറയുന്നത് ഈ ബേസ്മെൻറ്റ് ടോട്ടൽ ബേസ്മെൻറ്റിൻ്റെ സൈസാണ്. ഇപ്പോൾ ഈ ടോട്ടൽ ബേസ്മെൻറ്റ് 5 എണ്ണം കഴിഞ്ഞ് മൂവ്മെൻ്റ് ആയി കഴിഞ്ഞാൽ ഈ ടോട്ടൽ ബേസ്മെൻറ്റിൻ്റെ ഈ ഫസ്റ്റ് ഭാഗം ഇത് ഫസ്റ്റ് വേവും ഇത് സെക്കൻഡ് വേവ് ആയിട്ട് കണക്കാക്കും. ഇത് തേർഡ് വേവ്, പിന്നെ ഒരു ഫോർത്ത് വേവ്, പിന്നെ ഒരു ഫിഫ്ത്ത് വേവ്. അതായത് ഇങ്ങനെയായിരിക്കും അതിൻ്റെ മൂവ്മെൻറ്റ്സ് വരിക. ഈ ഫോർത്ത് വേവ് കഴിഞ്ഞു എന്ന് പറയാനുള്ള സമയമായിട്ടില്ല. ഫിഫ്ത്ത് വേവ് ഫോർത്ത് വേവ് കഴിഞ്ഞാൽ വരും. പക്ഷേ ഇതിൻ്റെ മിനിമം കറക്ഷനായിട്ടുള്ള ഈ 38% ഇതുവരെ വന്നിട്ടില്ല. ഇതിനി എന്താണ് ചെയ്യാൻ പോകണതെന്നൊന്നും നമുക്ക് ഇവിടെ നിന്ന് പ്രവചിക്കാൻ പറ്റില്ല. ബൈയും സെല്ലൊക്കെ ഓരോരുത്തരുടെ വിധി പോലെയാണ്. കയ്യിലിരിക്കുന്നവർക്ക് ചെയ്യാവുന്ന കാര്യം ഇനി 800 വന്നു കഴിഞ്ഞാൽ വേണമെങ്കിൽ ആവറേജ് ചെയ്യാം, 542 ആവറേജ് ചെയ്യാം. 2 പൊസിഷൻ ആവറേജിങ് ആയിട്ട് കണ്ടുവയ്ക്കാം. ഇവിടെ നിന്ന് എന്തായാലും നല്ലൊരു മൂവ്മെൻറ്റ് ബാക്കി കിട്ടാറുണ്ട്. പിന്നെ ഈ സംഭവം നിലവിൽ ഇതിൽ എൻട്രി എടുക്കാത്തവർക്ക് ഇത് എൻട്രി എടുക്കണമെന്ന് ചോദിച്ചാൽ ആരോരും ഇഷ്ടമാണ്. നല്ല കമ്പനിയുണ്ട്, എപ്പോഴെങ്കിലൊക്കെ സിപ്പ് ചെയ്ത് പോകണമെങ്കിൽ ഓക്കെ. അതല്ലാത്ത പക്ഷേ ഇത്രയും ഭാഗം പ്രോഫിറ്റ് ബുക്കിങ്ങിന് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ ഇനിയും താഴേക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഇത് 23%-ൻ്റെ ഇവിടെ ഉണ്ട്. 23% റിവേഴ്സാണ്. 23% റിവേഴ്സ് കണ്ടിന്യൂഷനാണ്. ഇത് ഇവിടെ കയറിയാലും ചിലപ്പോൾ തിരിച്ച് താഴത്തേക്ക് നന്നായിട്ട് പോരും. ഇത് ഈ ഒരു ഭാഗം വരെ വന്നിട്ട് പോവുകയാണെങ്കിൽ പിന്നെ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല. ആളങ്ങ് കണ്ടിന്യൂസ് ചെയ്ത് പൊക്കോളും. ഒരു 10-12,000 വരെയൊക്കെ പോയിട്ട് പിന്നെ ഇറങ്ങി ഈ ഒരു റേഞ്ചിലേക്ക് വരാം. പിന്നെ വലിയൊരു മൂവ്മെൻറ്റ് ഉണ്ടാകും. അപ്പോഴും ചിലപ്പോൾ സ്പ്ലിറ്റൊക്കെ ചെയ്യുമായിരിക്കും എന്ന് വിചാരിക്കാം. അപ്പം നിലവിൽ ഇതിനെപ്പറ്റി പഠിക്കാൻ കൂടുതലായിട്ടൊന്നുമില്ല. ഈ ടോപ്പ് ക്രോസ് ചെയ്ത് റീടെസ്റ്റ് കിട്ടുന്ന വരെ കയറാതിരിക്കുന്നതാണ് പൊതുവെ തിയറിയൊക്കെ വെച്ചാൽ നമ്മൾ അത്ര തന്നെ പറയത്തുള്ളൂ. ഇതിനപ്പുറത്തേക്കൊന്നുമില്ല. ഇതിന് മുകളിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ വന്നാലും ഇത് ബേസ്മെൻറ്റ് കണ്ടിന്യൂഷൻ വന്നോളും. ഇവിടുത്തെ കുഴപ്പമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ഫോർത്ത് വേവാണ്. ഫോർത്ത് വേവ് എന്ന് തീരുന്നും എത്ര നേരം എടുക്കുന്നും ഏത് പാറ്റേൺ വരുന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഫോർത്ത് വേവിൽ 13 പാറ്റേണുകളുള്ള വേവ് തിയറിയിൽ അതിൻ്റെ തന്നെ ഒരു ഡെറിവേഷൻസൊക്കെ ആയിട്ട് 10-40 പാറ്റേൺസ് ഉണ്ട്. അതിൽ ഏത് വേണമെങ്കിലും വരാവുന്ന സ്ഥലമാണിത്. കറക്ഷൻ മോഡിലെ പാറ്റേൺസുകൾ ഏത് വേണമെങ്കിലും വരാവുന്ന ഒരു സൈഡാണ്. ഹെഡ് ആൻഡ് ഷോൾഡറുകൾ, സിഗ്സാഗുകൾ, ഡബിൾ സിഗ്സാഗുകൾ, ട്രിപ്പിൾ സിഗ്സാഗുകൾ, അതുപോലെ തന്നെ ട്രയാങ്കിൾസുകൾ, എക്സ്പാൻഡിങ് ട്രയാങ്കിൾസുകൾ. ഇതിപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് മോളിലേക്ക് കയറി താഴത്തേക്ക് ഇറങ്ങി വീണ്ടും കയറി വീണ്ടും ഇറങ്ങി അങ്ങനെയൊക്കെ വരാവുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ നമ്മുടെ ടൈമും കാര്യങ്ങളൊക്കെ വെറുതെ വേസ്റ്റ് ആവും. സ്വിങ് ചെയ്യണവർക്ക് പിന്നെ സ്വിങ്ങിന് അതിനനുസരിച്ചുള്ള പോയിന്റുകൾ കിട്ടുമ്പോൾ ഷോർട്ട് ടൈമിൽ പോയിട്ട് എടുക്കാം. ഇതൊരു ഹയർ ടൈം ഫ്രെയിമിൽ ലോങ്ങിലേക്കൊക്കെ നോക്കിയിരിക്കുന്നവർക്കുള്ള ഇതാണ്. നമ്മുടെ ടൈം വെറുതെ വേസ്റ്റാക്കി കളയാതിരിക്കാനുള്ളതാണ്. പിന്നെ ലോങ്ങിൽ ഇരിക്കുന്നവർ ഇവിടെ നിന്നൊക്കെ ആവറേജ് ചെയ്ത് നശിപ്പിക്കാതെ ഇവിടെ നിന്ന് എടുത്ത് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്നില്ലെങ്കിൽ ഇവിടെ എത്തുന്നവരെ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ പിന്നെ കണ്ടിന്യൂസ് അങ്ങോട്ട് പൊക്കോട്ടം ചെയ്തിരിക്കുക.
മനസ്സിലായി. ഈ ടോപ്പൊക്കെ ക്രോസ് ചെയ്ത് കയറുമ്പോൾ അക്യുമുലേറ്റ് ചെയ്ത് പതുക്കെ പതുക്കെ ബൈ ചെയ്ത് പോവുക. ഈ ഇടയിൽ വെച്ച് വാങ്ങിച്ചിട്ട് കാര്യമില്ല. മാക്സിമം ഇവിടെ വരെ എത്തുമ്പോൾ 700-800 ഇനി ഇവിടെ വരെ എത്തി ഇവിടെ നിന്നും വാങ്ങാം. കാരണം ഈ ഒരു റേഞ്ചിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴേക്കും നല്ലൊരു ഗെയിനിങ്ങിലേക്ക് പൊക്കോളത്. അതുവരെ ഒന്നും ചെയ്യാതിരിക്കുന്നത് നല്ലത്. ലോങ് കേൾക്കുന്നത് കൂടുതൽ ഇങ്ങനെ ഫണ്ടമെൻ്റൽ മാത്രം നോക്കിയിരിക്കുന്നവർക്കുള്ള ടെക് സൈഡ് ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിനെപ്പറ്റി പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇപ്പം മുകളിലേക്കാണ് താഴ്ത്തിക്കാണെന്ന് അതിന് തന്നെ നിശ്ചയമില്ലാത്ത സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഇതൊരു ബേസ്മെൻറ്റ് ക്രിയേറ്റ് ആവണമെങ്കിൽ ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് ഇവിടെ വരണം. താഴെ വന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ട് വന്നിറങ്ങിയാൽ മാത്രമേ ഇതിനൊരു ബേസ്മെൻ്റ് ആയിട്ട് കൂടി കണക്കാക്കാൻ പറ്റുള്ളൂ. നിലവിൽ ഇത് ബ്രേക്ക് ചെയ്ത് റീടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂഷൻ കിട്ടാൻ ഒരു 4000 പോയിന്റ് വരെയൊക്കെയാണ്. എക്സ്റ്റൻഷൻ മാത്രമാണ് 23% വന്നു കഴിഞ്ഞാൽ. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കയറുമ്പോൾ സൂക്ഷിച്ച് കയറണം. പിന്നെ ഇവിടുത്തെ സ്റ്റോപ്പ് ലോസുകളെ സ്വിംഗ് ട്രേഡേഴ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ കയറ്റിക്കൊണ്ട് പോവുക സ്റ്റോപ്പ് ലോസുകൾ. ഇതിൻ്റെ പിന്നാലെ പിടിച്ച് പോകണം. അല്ലെങ്കിൽ പിന്നെ അടുത്ത ക്രാഷ് വരുമ്പോൾ പിന്നെയും അതിൽ കുറേ നേരം ഇരിക്കേണ്ടി വരും. നിലവിൽ പ്രത്യേകിച്ച് എൻട്രി ഒന്നുമില്ല. ഉള്ളവർക്ക് ഇവിടെ വരുമ്പോൾ ആവറേജ് ചെയ്യുകയാണെങ്കിൽ ഇരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷനിൽ പൊക്കോട്ടെന്ന് വിചാരിച്ച് കയ്യും വിട്ടിരിക്കാം. സ്വിംഗ് ട്രേഡേഴ്സ് കുറച്ച് ഷോർട്ട് ടൈമിൽ പോയി നോക്കിയാൽ എന്തായാലും ഉണ്ടാവും. ഞാൻ ഷോർട്ട് ടൈമിൽ നോക്കിയിട്ടില്ല. കാരണം കറക്ഷൻ മോഡായതുകൊണ്ട് നമ്മളധികം പ്രിഡിക്ഷൻസ് നടത്തിയിട്ട് കാര്യമില്ല. വെറുതെ ആൾക്കാർ ലോക്കാവത്തേ ഉള്ളൂ. നിഫ്റ്റി കയറുമ്പോൾ ഇത് വളരെ കുറഞ്ഞ രീതിയിലേ കയറത്തുള്ളൂ. ഇറങ്ങുമ്പോൾ അതിൻ്റെ കൂടെ തലയും കുത്തി താഴ്ത്തി വരും. അതാണ് കറക്ഷൻ മോഡിൻ്റെ പ്രത്യേകത. കറക്ഷൻ മോഡിൽ നിൽക്കുന്ന ചാർട്ടുകൾ മാത്രമാണ് അങ്ങനെ റിയാക്ട് ചെയ്യുള്ളൂ. ബുൾ സൈഡ് നിൽക്കുന്ന നേരെ ഓപ്പോസിറ്റാണ് റിയാക്ട് ചെയ്യുക. നിങ്ങൾ ശാരദ കോർപ്പൊക്കെ എടുത്ത് നോക്കിയാൽ കാണാം. നിഫ്റ്റി കുറച്ചിറങ്ങുമ്പോൾ ആളുകൾ ഇറങ്ങി വന്ന് പിന്നെ തിരിച്ച് കയറാൻ തുടങ്ങുമ്പോഴേക്കും നല്ല രീതിയിൽ കയറി അങ്ങനെയൊക്കെ മൂവ്മെൻറ്റ്സ് തരുന്നതാണ്. ഇത് നിലവിൽ തിരിച്ച് താഴ്ത്തി വന്നിട്ടുണ്ട്. ഒരു 200% ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. 161 ഗോൾഡൻ റേഷ്യയിൽ നിന്നാണ് റിജക്ഷൻ വന്നേക്കുന്നത്. ഇനിയിപ്പം ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഒരു മിണ്ടാതിരി ഓക്കെ പോകണം. ഇത് കണ്ട 261 വരെ എത്തിയിട്ട് ആവശ്യത്തിന് റീട്രസ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് വരാണെന്നുവെച്ചെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് വന്ന് ഈ 1300 എത്തിയിട്ട് റീടെസ്റ്റ് ചെയ്യും. ആ റീടെസ്റ്റിൻ്റെ അടിയിലൊക്കെ കൊണ്ട് സ്റ്റോപ്പ് ലോസ് ചെയ്യുന്നതല്ല. കാരണം അത് കഴിഞ്ഞ് പിന്നെ അടുത്ത ആ റീടെസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട് സംഭവം തിരിച്ചു വന്നാൽ ചിലപ്പോൾ കണ്ട നമ്മുടെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ ടാർഗറ്റ് ആയിട്ടുള്ള 780 അല്ലെങ്കിൽ 800 എന്ന് പറയുന്ന 30% വീഴാനുള്ള പോസിബിലിറ്റീസ് ഉള്ള ഒരു പാറ്റേണാണ് നിലവിലിവിടെ പാകപ്പെട്ട് കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ വിധി പോലെ നോക്കിയും കണ്ട് ചെയ്താൽ മതി.